126 രാജ്യങ്ങളിൽ സുഗന്ധം പരത്തുന്ന ഒരു മലയാളി. ഉമ്മാൻ്റെ കോന്തലയിൽ നിന്നും പണം മോഷ്ടിച്ച് നാടുവിട്ട 3ാം ക്ലാസ്സുകാരൻ. UAE-യിലെ ശതകോടീശ്വരന്മാരിൽ പോളണ്ട് മൂസ ഒരത്ഭുതമാണ്. പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് ആര് പറഞ്ഞാലും നിർത്താതെ പോളണ്ട് മൂസക്ക പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനും ഒരു കാരണമുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അവനെ കുറച്ച് അടിച്ചതിൻ്റെ പിറ്റേന്ന് നേരെ മൈസൂർക്ക് ഉമ്മാൻ്റെ ഈ തുണീൻ്റെ കൽപ്പൽപ്പത്തിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് നാട് വിട്ടതാണ് ഞാൻ. 9ാമത്തെ വയസ്സിൽ മൈസൂർക്ക് നാട് വിട്ടതാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം വയസ്സിൽ നാടുവിട്ടതാണ് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകൻ മൊയ്തു. ദുബായിലെ വിശാലമായ ഓഫീസിൽ കോട്ടും സ്യൂട്ടുമിട്ട് ശതകോടീശ്വരനായി പോളണ്ട് മൂസയായി മൊയ്തു ഇരിക്കുമ്പോൾ ഒരായുസിന്റെ അധ്വാനമുണ്ട് അതിനു പിന്നിൽ. ഫ്രാഗ്രൻസ് വേൾഡ് എന്ന സുഗന്ധങ്ങളുടെ ലോകത്തെ സുൽത്താനാണ് ഇന്ന് പോളണ്ട് മൂസ. 126 രാജ്യങ്ങളിലേക്ക് പെർഫ്യൂം കയറ്റി അയക്കുന്ന ലോകത്തിലെ ഏക മലയാളി. മാസം 30 ലക്ഷത്തോളം ബോട്ടിൽ പെർഫ്യൂമാണ് പോളണ്ട് മൂസയുടെ ഫ്രാഗ്രൻസ് വേൾഡ് 126 രാജ്യങ്ങളിലായി വിൽക്കുന്നത്. 1000-ഓളം തൊഴിലാളികൾ. ഒരാൾക്ക് 4 ചോയ്സ് ഉണ്ടെങ്കിൽ പിന്നെ 4 ആൾക്ക് 4 ചോയ്സ് ആയിരിക്കും. 4 ആൾക്കും 4 ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. കാരണം രാവിലെ ജിമ്മിൽ പോകുമ്പോൾ ഒരു പെർഫ്യൂമായിരിക്കും ഉപയോഗിക്കും, ജിമ്മ് കഴിഞ്ഞ് വരുമ്പോൾ വേറൊന്നും ആയിരിക്കില്ല. ഡ്രസ്സ് കയറിയിട്ട് ഓഫീസിൽ പോകുമ്പോൾ വേറൊന്നായിരിക്കും, ഓഫീസിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ വേറെ, വീട്ടിൽ നിന്ന് വൈകുന്നേരം ഡിന്നറിന് പോകുമ്പോൾ വേറൊരു പെർഫ്യൂം ആയിരിക്കും. പലതിലും പല ഇതുമുണ്ട്, ആൾക്കാർ ചോയ്സ് ഉള്ളവരുണ്ട് അതിൽ. ഈ തിരിച്ചറിവും അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളുമാണ് പോളണ്ട് മൂസയെ സുഗന്ധങ്ങളുടെ സുൽത്താനാക്കിയത്. ഫ്രാഗ്രൻസ് വേൾഡിന് കീഴിൽ 8ഓളം ബ്രാൻഡുകളിലായി 4000-ഓളം വൈവിധ്യമാർന്ന പെർഫ്യൂമുകൾ. ഓരോ രാജ്യക്കാരുടെയും ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഫ്രാഗ്രൻസ് വേൾഡ് സുഗന്ധങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. മറ്റാർക്കും എത്തിപ്പെടാനാകാത്ത ഉയരങ്ങളിലേക്ക് ഫ്രാഗ്രൻസ് വേൾഡ് കുതിച്ചു. ഉമ്മാന്റെ കോന്തലയിൽ നിന്നും മോഷ്ടിച്ച നാണയത്തുട്ടുകളുമായി മൈസൂരിലേക്കാണ് 3ാം ക്ലാസ്സുകാരൻ വണ്ടി കയറിയത്. ഹോട്ടലിൽ എച്ചിലെടുക്കലും പാത്രങ്ങൾ കഴുകലുമായിരുന്നു ജോലി. പക്ഷേ മേശ തുടയ്ക്കാൻ കൈ എത്താത്തതിനാൽ 3-4 ദിവസം കൊണ്ട് ആ ജോലി പോയി. ഹോട്ടൽ ജോലി അന്വേഷിക്കുന്നതിൻ്റെ കാരണമൊന്നുമല്ല, മിനിമം എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടും. അവിടെയുള്ള ചിലപ്പോൾ ബാക്കിയായിരിക്കും കിട്ടുക, ചിലപ്പോൾ പഴയതായിരിക്കും കിട്ടുക, എങ്ങനെയായാലും എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടും. ആ ഒരു ഉദ്ദേശങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഉദ്ദേശത്തിലാണ് ഹോട്ടൽ ജോലി തരുന്നതും അത് കാരണമാണ്. അല്ലാതെ വേറെ നമുക്ക് കൈത്തൊഴിലായിട്ട് വേറൊന്നും അറിയില്ല. ഭാഗ്യത്തിനൊരു തലശ്ശേരിക്കാരൻ്റെ കട കണ്ടു, മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ നാട് വിട്ടു വന്നതാണ്, ഒരു ജോലി തരുന്നത്. അപ്പോൾ അയാൾ എന്നെ അങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുക, നിൻ്റെ സൈസ് ഇത്രയല്ലേ ഉള്ളൂ, ആ സൈസിൽ നീ എന്ത് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ പറയും എന്ത് ജോലി നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനൊരു ആത്മധൈര്യം, എന്ത് ജോലിയും ചെയ്യാന്നുള്ളൊരു ആത്മധൈര്യം, സൈസ് പിന്നല്ലേ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്ത് ജോലി ഞാൻ ചെയ്യാം, നിങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇവിടെ ടേബിൾ തുറക്കുന്ന ജോലി ചെയ്തു. ടേബിൾ തുറച്ച ജോലി അയാൾ തന്നു. അൺഫോർച്ചുനേറ്റ്ലി ടേബിൾ തുറച്ചപ്പോൾ അതിൽ കംപ്ലീറ്റ് എൻ്റെ കയ്യെ ഒരു ഭാഗത്ത് എത്താത്തത് കാരണം അയാൾ എന്നെ അവിടുന്ന് പറഞ്ഞു നിനക്ക് ഇതിനെ പറ്റില്ല. വിറക് ചുമന്നു പാർക്കിലും പള്ളി വരാന്തയിലും കിടന്നുറങ്ങി. മഞ്ഞപ്പിത്തം ബാധിച്ചതോടെ വീണ്ടും നാട്ടിലേക്ക്. 1977-ലാണ് പണ്ടാരവളപ്പിൽ ഖാദർ ഹാജിയുടെ മകൻ മൊയ്തു ദുബായിലെത്തിയത്. അറബിയുടെ വീട്ടിൽ ജോലിക്ക്. 3.5 വർഷത്തോളം നീണ്ട ജോലിക്ക് ശേഷം ദുബായ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ വീട്ടുടമ മൊയ്തുവിനെ പോലീസിലെടുക്കാൻ ശുപാർശ ചെയ്തു. ജോലിയിൽ ചേരേണ്ട തലേ ദിവസം പക്ഷേ മറ്റൊരു നിർഭാഗ്യം. എല്ലാം ശരിയായി. നാളെ പോലും അവൻ്റെ ഇതുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അവനെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി പിന്നെ അവൻ്റെ വലിയ ഓഫീസർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ എൻ്റെ കൈ പ്രിൻ്റ് എടുത്തു, പിന്നെ ബ്ലഡ് എടുത്തു, എല്ലാം എടുത്തിട്ട് എല്ലാം എവറിത്തിങ്സ് വിൽ ബി ഓക്കെ.
ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞു. പിന്നെ വരാൻ വേണ്ടിയിട്ട് പോയി. അവൻ പറയും നാളെ നമുക്ക് പോകണം, നിന്നെ വൺസ് അഗൈൻ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് നാളെ പോകാൻ വേണ്ടിയിട്ട് നിന്ന് രാത്രി അവനക്കൊരു ടെലിഫോൺ കോൾ വന്നു. ഇപ്പോൾ പുറപ്പെടണം, ലണ്ടനിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട്. ബോസിന് ലണ്ടനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ബോസ് ലണ്ടനിലേക്ക് പോയി. എൻ്റെ പണി അവിടെ ഇങ്ങനെ അവല്ലാതെ പോയാൽ എനിക്കൊരിക്കലും ആ ജോലി കിട്ടൂല. ഡ്രൈവർ പണി അടക്കം പല ജോലികളും പിന്നീട് ചെയ്തു. 1987 തുണിയും സൗന്ദര്യവസ്തുക്കളും പെർഫ്യൂമുമെല്ലാം വിൽക്കുന്ന ചെറിയ ബിസിനസ് തുടങ്ങി. ഇടയ്ക്ക് പോളണ്ടിലേക്കും സാധനങ്ങൾ കൊണ്ടുപോയി. ക്രമേണ പോളണ്ടിലെ കച്ചവടം പൊടി പിടിച്ചു. പോളണ്ടിലേക്ക് പോകാൻ ആളുകൾ മടിച്ചിരുന്ന കാലമായിരുന്നു അത്. അന്ന് പോളണ്ട് പോയിട്ട് ബിസിനസ് ചെയ്ത് നിന്നപ്പോൾ എന്നെ അറിയപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു തന്നു. കാരണം അന്ന് അവിടെ പോയി പോളണ്ട് പോവുക, ബിസിനസ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ജീവനെ പേടിയുള്ളവന് പോകില്ല, ചെയ്യില്ല, വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അന്ന് അവിടെ തന്നെ അന്നൊരു CIS കൺട്രീൻ്റെ ഒരു റഷ്യൻ ഒരു ഇതായിരുന്നു അന്നൊക്കെ, ഒരു മാഫിയാസ് ഇതായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു മാഫിയാസ് വരാനുള്ളൊരു സംഭവമായിരുന്നു അന്ന്. കാരണം പോയാൽ ചിലപ്പോൾ പോയ മാതിരി തന്നെ തിരിച്ചു വരുന്നൊന്നും വരില്ല, ചിലപ്പോൾ തിരിച്ച് തീരും വരില്ല. ഇതോടെ പേരു തന്നെ പോളണ്ട് മൂസ എന്നായി. പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്ന് ആര് പറഞ്ഞാലും മൂസ കേൾക്കില്ല. പോളണ്ടിനെ കുറിച്ച് വാ തോരാതെ പറയും. ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ രാജ്യത്തെ അങ്ങനെ തള്ളിപ്പറയാൻ മൂസയ്ക്ക് കഴിയില്ല. 2004 മുതൽ പെർഫ്യൂം മാത്രമായി കച്ചവടം, ട്രേഡിങ്ങും പ്രൈവറ്റ് ലേബലിംഗുമായി തുടക്കം. 2017 അജുമാനിൽ സ്വന്തം യൂണിറ്റ് ആരംഭിച്ചു. ഇതോടെ ഫ്രാഗ്രൻസ് വേൾഡ് വിജയത്തിന്റെയും വികസനത്തിന്റെയും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ആളുകളുടെ ടേസ്റ്റിൽ മാറ്റം വരില്ല. ടേസ്റ്റ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ആളുകളുടെ ടേസ്റ്റിന് ആൾക്ക് പറ്റുന്ന ടേസ്റ്റുകൾ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങൾക്കിഷ്ടം, നിങ്ങൾ ഒരു ആഫ്രിക്കക്കാരനാണെങ്കിൽ ആഫ്രിക്കക്കാരൻ ഇങ്ങനത്തെ ഫ്രാഗ്രൻസാണ് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയാം. ഒരു അമേരിക്കൻ ആണെങ്കിൽ അമേരിക്കയിൽ, UK-കാരനാണെങ്കിൽ UK-കാരൻ ഇങ്ങനത്തെ ഫ്രാഗ്രൻസാണ് ഇഷ്ടപ്പെടുന്നുള്ളത് കുറേ 90-80% ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചോയ്സുള്ള ഫ്രാഗ്രൻസാണ് ഞങ്ങൾ എപ്പോഴും അത് ഇത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യുള്ളൂ. പെർഫ്യൂമുകളെ കുറിച്ച് പഠിക്കാനും കച്ചവടത്തിനുമായി ഈ 3ാം ക്ലാസ്സുകാരൻ 90ഓളം രാജ്യങ്ങളിൽ പോയി. അതിലധികം രാജ്യങ്ങളിൽ ബന്ധങ്ങളുണ്ടാക്കി. ന്യൂയോർക്കിലും ടെക്സസിലുമെല്ലാം സ്വന്തം ഔട്ട്ലെറ്റുകൾ തുടങ്ങി. ഗുണമേന്മയിൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് വിജയത്തിന്റെ പ്രധാന രഹസ്യം. മറ്റൊന്ന് കഠിനാധ്വാനം. ദിവസം 21 മണിക്കൂർ വരെ ജോലി ചെയ്താണ് ഫ്രാഗ്രൻസ് വേൾഡ് പടുത്തുയർത്തിയത്. എനിക്കൊരു കണ്ടെയ്നർ ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കണ്ടെയ്നർ അറിയില്ലേ, കണ്ടെയ്നർ ലോഡ് ചെയ്യേണ്ട ഒരു വലിയ പെരുന്നാൾ ദിവസമായിരുന്നു. വലിയ പെരുന്നാൾ ഞങ്ങൾക്കന്ന് എക്സ്ട്രാ ജോലിക്കാരെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ ഞങ്ങൾ ലോഡ് ചെയ്ത് അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പെരുന്നാൾക്ക് ജോലി ചെയ്യൂല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ കണ്ടെയ്നറിൻ്റെ കട്ട് ഓഫാണ്. ഞാൻ തന്നെ ഒരു കണ്ടെയ്നറിൽ നിന്ന് ഇത് ചെയ്തിട്ട് അൺലോഡ് ചെയ്തിട്ട് മറ്റേക്ക് ലോഡ് ചെയ്ത് ഞാൻ തന്നെ ആ സാധനം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഞാൻ ഒരു ദിവസം ഒരു പെരുന്നാൾ ദിവസം ഞാൻ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഷെരീഫ, മക്കളായ സലാം, സഫീർ, സാജിറ, മരുമകൻ ലബീബ്. ഫ്രാഗ്രൻസ് വേൾഡിനെ ഇന്ന് നയിക്കുന്നവരിൽ ഇവരെല്ലാവരുമുണ്ട്. പെർഫ്യൂം ഇവാലുവേറ്ററായും പ്രൊഡക്ഷൻ കൺട്രോളറായും ഫിനാൻസ് കൺട്രോളറായുമെല്ലാം ഇവർ നിറഞ്ഞു നിൽക്കുന്നു. ഇവർക്കൊപ്പം തന്നെ 1000ഓളം വരുന്ന തൊഴിലാളികളുടെ കഠിനാധ്വാനവും പ്രാർത്ഥനകളുമുണ്ട്. ബിസിനസ് വിജയിക്കണമെങ്കിൽ സ്വന്തം വഴികളിലൂടെ പോകണം. അതാണ് മൂസയുടെ ജീവിതാനുഭവം. അജുമാനിൽ വമ്പൻ പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ ഉൽപാദനം 3 ഇരട്ടിയിലധികമാകും. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഫ്രാഗ്രൻസ് വേൾഡിന്റെ സുഗന്ധം പരക്കും. ബന്ധങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന മനുഷ്യ സ്നേഹത്തിന്റെ സുഗന്ധം.